ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോണ വണ്ടിന്റെ വീഡിയോ എടുക്കാനാണ്. വിളിച്ചോണ്ടേ തന്നെ ഒന്നും നോക്കാതെ മോലാളിയാക്കും പറഞ്ഞു. അവിടെ നേരെ ജിഷാക്കാരെ വീട്ടിലോട്ടാണ് നമ്മൾ പോകണം. ജിഷാക്കാരെ തൂക്കായി ഇവിടെ എല്ലാവരും പിന്നെ ഉറക്കമാണ് കൈസ്, ഓട്ടമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നേരെ ജിഷാക്കാരെ വീട്ടിൽ വിശാഖ മാസമായിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തിയോ ഞാൻ ഇപ്പൊ വരുമെന്ന് വിശാഖ കിണ്ണ മൊണ്ടി അടിച്ച് നമ്മളവിടുന്ന് പിന്നെ നേരെ ബസ്സിന്റെ അടുത്ത് വന്ന് പിന്നെ ഉള്ള കയ്യിൽ കളയണ്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പരിപാടി തുടങ്ങി. ഇങ്ങനെ അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് മാസം ഷോട്ടൊക്കെ എടുത്ത് നമ്മൾ നേരെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് പിന്നെ എല്ലാവരും തൂക്കിയിട്ട് ഇവിടെ തന്നെ ഓടിയും തൊട്ടും കളിക്കുന്നുണ്ട്. അതെല്ലാം തൂക്കി നമ്മളെല്ലാം നേരെ നമ്മൾ പോവാണ് ചിട്ടിപ്പാറയ്ക്ക്. അങ്ങനെ അക്കൗണ്ട് മാസം ഷോട്ട് എല്ലാവരും ഒന്ന് രാഹുലെണ്ണ കിട്ടി നമ്മൾ നേരെ പിന്നെ പോണ വഴിക്ക് തന്നെ നമ്മൾ പബ്സിനെ കണ്ട് കഴിച്ചു. അങ്ങനെ പബ്സിന്റെ അടുത്ത് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് തന്നെ നമ്മളെ ചേർക്കാൻ നമ്മളെ പടകുതിര നമുക്ക് പണിയാണ്. അങ്ങനെ പിന്നെ രാഹുലന്റെ നേതൃത്വത്തിൽ വണ്ടി എല്ലാവരും കൂടെ വട്ടത്തിൽ ഇളക്കി പണിയണുണ്ട്. എന്നിട്ട് മനസ്സിലായി കഴിച്ചു ഒന്നും നടക്കത്തില്ല, തേഞ്ഞു. എന്തൊക്കെ വന്നാലും പോണ പോക്ക് അവസാനിപ്പിക്കില്ല. നമ്മൾ പിന്നെ ഉള്ളയിലൊക്കെ വലിഞ്ഞേറി നമ്മൾ നേരെ സ്ഥലത്ത് കഴിച്ചു. പിന്നെ ഇവിടെ കയറിയപ്പോൾ തന്നെ നല്ല മനോഹരമായി അങ്ങനെ കാഴ്ചയെ കണ്ട് പിന്നെ കാഴ്ചയേറെ പകുതിയപ്പോൾ തന്നെ ഇവിടെ എല്ലാം തളർന്നിരുന്ന് തുടങ്ങി. പിന്നെ അക്കുത ബേക്കറിയും എവിടെ നിന്നോ മോട്ടിച്ചോണ്ട് പറഞ്ഞല്ലോ കുറെ വെള്ളവും ഐസൊക്കെ ആയിട്ട് വന്നു. അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ പിന്നെ ടോപ്പിക്കർ ഒന്നും പറയുന്നത് വിഷയം കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അത് കണ്ട് നമ്മൾ അവിടെ തന്നെ എല്ലാം കണ്ട് വെണ്ടത്തരം വെളിത്തരം എല്ലാത്തരം കാണിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നേരെ ഇറങ്ങി കഴിച്ചു. അശീന്റെ വണ്ടി പിന്നെ പുകയും കാര്യങ്ങളൊക്കെ വന്നോണ്ട് വീട്ടിൽ എത്തുന്നതിന് സംശയമാണ്. അങ്ങനെ നമ്മൾ നേരെ പോയ വഴിക്ക് നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ടാ പോയത്. പിന്നെ വണ്ടി കൊണ്ട് വീട്ടിൽ പോകുള്ളൂന്നായി. പിന്നെ അക്കുവിന്റെ നേതൃത്വത്തിൽ വണ്ടി ചവിട്ടിത്തള്ളി നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ ഷെഡ് എത്തിച്ചു. എന്താ വലിയ കടം കഴിഞ്ഞ പോലെയാണ് അമ്മ ഇവിടെ നിൽക്കണത്. പിന്നെ പറയാൻ പറ്റില്ല കഴിച്ച് നല്ല കഷ്ടപ്പാടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ബൈ ബൈ.